സംസ്ഥാനത്ത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് UDF-ഉം LDF-ഉം ഒക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. സംസ്ഥാന സർക്കാർ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറെ ജനക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷൻ വർധന അടക്കമുള്ള പദ്ധതികളും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി. പക്ഷേ അതുപോലെ തന്നെ ആ സമയത്ത് ശക്തമായി ശബരിമല സ്വർണ്ണ കവർച്ചയും അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളും സർക്കാരിനെതിരെ നിലനിന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു ശക്തമായ വിധിയെഴുത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. LDF-നെ സംബന്ധിച്ച ഭരണ തുടർച്ച, മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്ക് ഉള്ള ഒരു ശ്രമത്തിലാണ് LDF ഉള്ളത്. പക്ഷേ അവരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നൽകുന്ന ഒരു ഫലമാണ് ഉണ്ടായിട്ടുള്ളതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നേരെ വിപരീതമായി വലിയൊരു തിരിച്ചടി ആണ് ഇപ്പോൾ LDF-ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകൾ മുതൽ ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും അങ്ങനെ എല്ലാ തലങ്ങളിലും UDF-ന്റെ വലിയൊരു തരംഗം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ 7 തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ UDF-ന്റെ ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കോർപ്പറേഷനുകളിൽ 4 കോർപ്പറേഷനുകൾ ഇത്തവണ UDF പിടിച്ചെടുത്തു എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് LDF-ന് ഒരു ആശ്വാസ ജയം നൽകിയത്. നമ്മൾ കണ്ടതുപോലെ അവിടെ വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമൊക്കെ നടന്ന് അതിനുശേഷമാണ് അവിടെ LDF-ന് നിലനിർത്താൻ സാധിച്ചത്. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലം കോർപ്പറേഷൻ LDF-ന്റെ സിറ്റിംഗ് കോർപ്പറേഷൻ ആയിരുന്നു. അവിടെ ആദ്യ മണിക്കൂറുകളിലൊക്കെ LDF ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് അവിടെ നേരെ തിരിയുന്ന സാഹചര്യമാണ് കണ്ടത്. ആകെ തകർന്ന് അവിടെ LDF പുറകോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അട്ടിമറി ജയം വന്നത് എറണാകുളത്താണ്. എറണാകുളത്തും വൻ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ വൻ മുന്നേറ്റമാണ് UDF നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ വലിയ മുന്നേറ്റം LDF അവിടെ നടത്തിയിരിക്കുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് 27 സീറ്റുകളിലാണ് കൊല്ലം കോർപ്പറേഷനിൽ UDF ജയിച്ചത്. 15ഇടത്താണ് LDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ച് പകുതിയിൽ ഏറെ സീറ്റുകൾ നേടി. 76 സീറ്റുകളിൽ 47 സീറ്റുകളാണ് UDF നേടിയത്. അതേസമയം LDF-ന് നേടാൻ കഴിഞ്ഞത് 22 സീറ്റുകൾ മാത്രമാണ്. തൃശൂർ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ മുന്നിലെത്തിയെങ്കിൽ പോലും അധികാര UDF-ന് എത്താൻ കഴിയാത്ത ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പക്ഷേ തൃശ്ശൂര് വലിയ മുന്നേറ്റം തൃശ്ശൂർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. UDF-ന് അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ ബഹുദൂരം മുന്നിലാണ് UDF എന്നുള്ളതാണ് നമുക്ക് ഈ ഫൈനൽ റിസൾട്ട് വരുമ്പോഴുള്ളത്. അവിടെ BJP പ്രത്യേകിച്ച് BJP-യുടെ ഏക മണ്ഡലമാണ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ആ നഗരമണ്ഡലത്തിൽ ആ കോർപ്പറേഷനിൽ വലിയ തിരിച്ചടി BJP-ക്കും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. നിലവിൽ BJP UDF 33 സീറ്റുകളാണ്. 56 സീറ്റുകളിൽ 33 സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് തൃശ്ശൂരിൽ അധികാരം നേടിയത്. 13 സീറ്റുകളാണ് LDF-ന് നേടാൻ കഴിഞ്ഞത്. 2 അക്കം കടക്കാനായി BJP-ക്കും അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വന്നാൽ 500-ലേറെ, അതായത് പകുതിയോളം ഇത് UDF തന്നെയാണ് ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. 502 ഗ്രാമപഞ്ചായത്തുകൾ UDF-നൊപ്പം നിന്നപ്പോൾ LDF കഴിഞ്ഞ തവണ വലിയ കുതിപ്പ് നടത്തിയ സ്ഥലത്ത് ഇത്തവണ വെറും 339ലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ 86 മുനിസിപ്പാലിറ്റികളിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് UDF ആണ്. മുനിസിപ്പാലിറ്റികളിൽ 54ഇടത്ത് UDF വിജയിച്ചു. 28ഇടത്താണ് LDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. NDA അവർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന പന്തളം മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പുതിയതായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ലഭിച്ചു. അതേസമയം പാലക്കാട് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയാൻ കഴിയും. ഏതായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോഴും വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് UDF-നെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 78 എണ്ണത്തിലാണ് UDF അധികാരം പിടിച്ചതെങ്കിൽ 64ഇടത്ത് മാത്രമാണ് അധികാരം
അധികാരം പിടിക്കാൻ LDF-ന് സാധിച്ചത്. അതേസമയം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡ് 10ഓളം ജില്ലാ പഞ്ചായത്തുകളിൽ LDF-ന് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അത് 7-7 എന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ സമസ്ത മേഖലകളിലും UDF കടന്നു കയറുന്നൊരു കാഴ്ചയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കോട്ടകളും പ്രധാനപ്പെട്ട പല സീറ്റുകളും LDF-നെ സംബന്ധിച്ച് നഷ്ടമാകുന്നു എന്ന കാഴ്ചയും നമ്മൾ കണ്ടു. നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ എറണാകുളത്ത് LDF-നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി. ആ സർക്കാർ LDF സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം BJP അത് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അത് നിസ്സാര വിജയമല്ല, വലിയൊരു വിജയമാണ്. 50ഓളം സീറ്റുകൾ നേടിയാണ് BJP അവിടെ അധികാരത്തിലെത്തിയത് എന്നുള്ളതാണ് അതിന്റെ തീവ്രത. വെറുതെ അധികാരത്തിലേക്ക് എത്തുകയല്ല, വ്യക്തമായ മേൽക്കൈയോടുകൂടി അവർ അധികാരത്തിലേക്ക് എത്തി എന്നുള്ളത് വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ളതാണ്. അതേസമയം കോൺഗ്രസ് അവിടെ നില മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലാണ് 28 സീറ്റുകൾ 35 സീറ്റുകളുമായി വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടെ അവിടെ അധികാര തുടർച്ച കോഴിക്കോട് കോർപ്പറേഷനിൽ നിലനിർത്താൻ CPIM-ന് കഴിഞ്ഞു. പക്ഷേ അവിടെ മേയർ സ്ഥാനാർത്ഥികൾ LDF-ന്റെ മേയർ സ്ഥാനാർത്ഥികൾ തോറ്റുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും ഒക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം കോർപ്പറേഷൻ കോൺഗ്രസിന്റെ കുത്തകയായി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അവിടെ വൻ വിജയമാണ് ഇത്തവണ കണ്ണൂരിൽ നേടാനായി കഴിഞ്ഞത് എന്നുള്ളതാണ്. അതേസമയം മലപ്പുറത്തേക്കൊക്കെ വരുമ്പോൾ മലപ്പുറം പൂർണ്ണമായും തൂത്തുവാരുകയാണ് UDF ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 33-ൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മുനിസിപ്പാലിറ്റികളൊക്കെ UDF-ന്റെ കയ്യിലാണ്. അങ്ങനെ തൂത്തുവാരിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് നഗരസഭ NDA-ക്ക് നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ പലയിടങ്ങളിലും അട്ടിമറികൾ സംഭവിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. അതേസമയം അവിടെ ഈ കോൺഗ്രസ് വിട്ട് വിമതരായി നിന്ന AV ഗോപിനാഥ് ഇത്തവണ മത്സരിച്ചത് LDF-നൊപ്പമാണ്. പക്ഷെ അവിടെ LDF-ന് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ കോഴിക്കോടും അതുപോലെ തന്നെ പാലക്കാടും ചില കോട്ടകൾ തകർന്നു. ചില കോട്ടകൾ UDF-ഉം അതുപോലെ തന്നെ NDA-യും ഒക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇത്തവണ പാലക്കാട് നഗരസഭയിൽ LDF കൂടുതൽ നില മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യവും കൂടി കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എറണാകുളത്ത് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ UDF-ന്റെ സർവാധിപത്യത്തിന്റെ വേദിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ എങ്ങും LDF-ന് ലീഡ് ചെയ്യാൻ മുനിസിപ്പാലിറ്റികളിൽ ഒരിടത്തും ഇത്തവണ അധികാരം കിട്ടിയിട്ടില്ല. ഒരെണ്ണം NDA പിടിച്ചു, ബാക്കിയെല്ലാം UDF പിടിച്ചെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അവിടെ 2 അക്കം കടക്കാനായി LDF-ന് സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിലും LDF അവിടെ വലിയ മുന്നേറ്റം എറണാകുളത്ത് UDF-ന് ഉണ്ടായിട്ടുണ്ട്. LDF-ന് അവിടെ വലിയ തിരിച്ചടി നേരിട്ടു. എറണാകുളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയായി നിൽക്കുന്നത് 2020 ആണ്. കിഴക്കമ്പലം പഞ്ചായത്ത് അവരുടെ ഏറ്റവും ആസ്ഥാനമായ പഞ്ചായത്താണ്. അവിടെ അവർക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ സമീപ പഞ്ചായത്തായ 2 ഇടങ്ങളിൽ അവർ അധികാരത്തിലിരുന്ന് 2 പഞ്ചായത്തുകളിൽ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട 2 കാര്യമാണ്. അതൊന്ന് മഴുവന്നൂരും ഒന്ന് കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തുമാണ്. ഈ 2 ഗ്രാമപഞ്ചായത്തുകളിൽ അവർക്ക് അധികാരം നഷ്ടപ്പോൾ എക്സ്ട്രാ പുതിയതായ ഒരു പഞ്ചായത്ത് കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ചില അട്ടിമറികൾ, ചില വലിയ മാറ്റങ്ങളൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും LDF-നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുമ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. LDF ഈ പറയുന്ന ഈ ക്ഷേമ പദ്ധതികളൊന്നും കൊണ്ട് മുന്നോട്ട് ഇനി പോയാൽ പറ്റില്ല. പ്രത്യേകിച്ച് ഈ സ്വർണ്ണ കവർച്ച കേസൊക്കെ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് UDF നടത്തിയത്. അവിടെ തൂത്തുവാരിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ PV അൻവറിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ PV അൻവറിന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തിയ നിലമ്പൂർ നഗരസഭയടക്കം ഇത്തവണ LDF-ന് നഷ്ടമായിട്ടുണ്ട്. അവിടെയെല്ലാം UDF തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ അൻവറിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മലപ്പുറത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. കാസർഗോഡേക്ക് വരുമ്പോൾ കാസർഗോഡും UDF-ന്
കൂടുതൽ ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. തൃശ്ശൂർ കോർപ്പറേഷനിൽ UDF വലിയ മേൽക്കൈ കിട്ടിയെങ്കിലും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് അവിടെ LDF തന്നെയാണ് വളരെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. 21 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ LDF ആണ് മുന്നിൽ. അതേസമയം UDF വളരെ കുറച്ച് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ പഞ്ചായത്തുകളിലായിക്കോട്ടെ, മുനിസിപ്പാലിറ്റികളിലായിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തുകളിലായിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തുകളിലായിക്കോട്ടെ, അങ്ങനെ എല്ലായിടത്തും LDF ആണ് തൃശ്ശൂർ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്നത്. കൊല്ലത്തും അങ്ങനെ തന്നെയാണ്. കൊല്ലത്തും ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ മറ്റ് നഗരസഭകളിലുമൊക്കെ ഈ മുനിസിപ്പാലിറ്റികളിലുമൊക്കെ മുന്നിൽ LDF തന്നെയാണ്. അത് തന്നെയാണ് തൃശ്ശൂരിൽ ഈ കോർപ്പറേഷനിൽ വൻ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞ UDF നേടിയപ്പോൾ ബാക്കിയിടങ്ങളിലൊക്കെ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ LDF അവിടെ കഴിഞ്ഞിട്ടുണ്ട്. LDF വലിയ തിരിച്ചടി, ഒരു ക്ഷീണം എന്ന് പറയാൻ തൃശ്ശൂരിൽ അധികം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതേസമയം അവിടെ ശ്രദ്ധേയമായ മത്സരം നടന്നതാണ് അടാട്ട് പഞ്ചായത്ത്, തൃശ്ശൂരിലെ അടാട്ട് പഞ്ചായത്ത്. അവിടെ നമ്മുടെ മുൻ MLA അനിൽ അക്കരെ മത്സരിച്ചിരുന്നു. അനിൽ അക്കരെ ആദ്യമൊക്കെ ഒന്ന് പിന്നിൽ നിന്നെങ്കിലും അനിൽ അക്കരെ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും അനിൽ അക്കരെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂരിലും UDF ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 500 മുകളിൽ 502 ഇടത്താണ് UDF നിലവിൽ 500 ഇടത്താണ് UDF ലീഡ് ചെയ്യുന്നത്. 500 ഇടത്ത് UDF അധികാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 500 ഗ്രാമപഞ്ചായത്തുകളാണ് ഞാൻ പറഞ്ഞത്, 500 ഗ്രാമപഞ്ചായത്തുകളിൽ. അതേസമയം 341 ഇടത്ത് മാത്രമാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. NDAക്ക് 26. അവരുടെ പല സ്ഥലങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പലയിടത്തും കോട്ടയായി കരുതിയിരുന്ന പല വാർഡുകളും NDAക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. അതേസമയം അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ ദീർഘകാലമായ ഒരു ലക്ഷ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് BJPക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അല്ല കോൺഗ്രസിന് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താനും കഴിഞ്ഞു. നേരത്തെ 2 അക്കം കടന്നില്ലായിരുന്നെങ്കിൽ ഇത്തവണ 20 സീറ്റിലേക്ക് അടുത്തേക്ക് എത്താനായി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് വൈഷ്ണ സുരേഷിന്റെ വിജയം എന്ന് പറയുന്നത്. ഈ നമുക്കറിയാം വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് ഹൈക്കോടതി വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ വൈഷ്ണ സുരേഷ് ജയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ പരിഗണനയ്ക്കാണ്. തീർച്ചയായും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ചയായ ഒരു വാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട എന്ന് പറയുന്ന വാർഡ് എന്ന് പറയുന്നത്. അവിടെ വൈഷ്ണ സുരേഷ് എന്നൊരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് UDF മത്സരത്തിനിറക്കിയത്. പക്ഷേ ഈ മത്സരത്തിന്റെ ആ ഒരു ഘട്ടത്തിലാണ് വൈഷ്ണ സുരേഷിന്റെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാകുന്നത്. അങ്ങനെ CPIM ഒരു പരാതി കൊടുക്കുന്നു. അതായത് വോട്ടർ പട്ടികയിൽ നൽകിയിരിക്കുന്ന മേൽവിലാസത്തിലല്ല വൈഷ്ണ താമസിക്കുന്നത്, വേറൊരു മേൽവിലാസത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുത്തു. ആ പരാതി കമ്മീഷൻ അംഗീകരിച്ച് വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി. വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. വൈഷ്ണ പിന്നീട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി നിർദ്ദേശത്തിനെ തുടർന്നാണ് പിന്നീട് വൈഷ്ണയുടെ പേര് ഈ വോട്ടർ പട്ടികയിൽ ചേർത്തതും അവർക്ക് മത്സരിക്കാനുള്ള ഇടവും ലഭിച്ചത്. അങ്ങനെ ഏതായാലും അവിടെ LDFന്റെ ഒരു സിറ്റിംഗ് വാർഡാണ് മുട്ടട എന്ന് പറയുന്നത്. ആ വാർഡിൽ അവിടെ മത്സരിച്ച് 363 വോട്ടുകൾക്കാണ് വൈഷ്ണ സുരേഷ് ജയിച്ച് കയറിയത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് KS ശബരിനാഥ്, കവടിയാർ മണ്ഡല വാർഡിലാണ് KS ശബരിനാഥ് മുൻ MLA, അരുവിക്കര മുൻ MLA ശബരിനാഥ് മത്സരിച്ചത്. ശ്രദ്ധേയമായി ആദ്യം തന്നെ UDF ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ പറയുന്ന KS ശബരിനാഥ് എന്ന് പറയുന്നത്. എന്തായാലും KS ശബരിനാഥും അവിടെ വിജയം നേടി എന്നുള്ളതാണ്. അതേസമയം ശബരിനാഥിന്റെ സ്വന്തം വാർഡായ ശാസ്തമംഗലത്ത് വിജയിച്ചത് BJP ആണ്. അവിടെ R ശ്രീലേഖ വിജയിച്ച് എന്നുള്ളതാണ്. വിജയിച്ച് മിക്കവാറും അവിടുത്തെ മേയറാകാനുള്ള സാധ്യതയൊക്കെ തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് അങ്ങനെയാണ് സംഭവിച്ചത്. അതേസമയം കൊല്ലം കോർപ്പറേഷനിലേക്ക് വന്നാൽ 2 മേയർമാർ, മുൻ മേയർ ഇപ്പോഴുള്ള നിലവിലുള്ള മേയർ ഹണി ബെഞ്ചമിൻ അവിടെ തോറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രബാബു, R ചന്ദ്രബാബു അവിടെ മുൻ മേയർ ആയിരുന്നു, അദ്ദേഹവും അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷനിലാണ്. പക്ഷേ കൊല്ലം ജില്ലാ പഞ്ചായത്തിലൊക്കെ വലിയ മുന്നേറ്റം, 17 ഇടത്താണ് LDF മുന്നേറിയിട്ടുള്ളത്. 10 ഇടത്ത് മാത്രമാണ് UDF അവിടെ
അവിടെ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആലപ്പുഴയിലും ചിലയിടങ്ങളിലൊക്കെ LDF ക്ഷീണം, ചില നഗരസഭകളൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡുകളൊക്കെ LDF നഷ്ടപ്പെട്ടു എങ്കിൽ പോലും LDF വലിയ ക്ഷീണം ഈ പറയുന്ന ആലപ്പുഴയിലും കാര്യമായി ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പലയിടങ്ങളിലും NDA കയറി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഈ പത്തനംതിട്ടയിൽ അടുത്തിടെ വന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ റിസൾട്ടായിട്ട് വരുമ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ അവിടെ ഈ CPIയുടെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. പിന്നീട് അവർ അവസാന നിമിഷം പാർട്ടിയുമായുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് രാജിവെച്ചു. പിന്നീട് കോൺഗ്രസിലേക്ക് വന്നു. അങ്ങനെ അവർ കോൺഗ്രസിനൊപ്പം മത്സരിച്ച് ഇപ്പോൾ അവിടെ ജയിച്ചു എന്നുള്ളതാണ്. പന്തളത്ത് നഗരസഭയിൽ അവർക്ക് ഭരണം നഷ്ടമായി. അവിടെ LDF ഭരണം തിരിച്ചുപിടിച്ചു. പന്തളം നമുക്കറിയാം, ഈ ശബരിമല സമരകാലത്തൊക്കെ പന്തളം അങ്ങനെയാണ് പന്തളം BJP പിടിക്കുന്നത്. പക്ഷേ BJPക്ക് ഈ ശബരിമല സ്വർണ്ണ കവർച്ച പോലും ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ പന്തളത്ത് BJPക്ക് നിലം തൊടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ അധികാരം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.